എൻ ഷംസുദ്ദീൻ എംഎൽഎയുടെ ഫ്ലെക്സിന് പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മണ്ണാർക്കാട് വടക്കുമണ്ണത്ത് സ്ഥാപിച്ച ഫ്ലെക്സിനാണ് നോട്ടീസ് നൽകിയത്. എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തിന്റെ ഫ്ലെക്സ് ബോർഡിനാണ് നഗരസഭ പിഴ ചുമത്തിയിരിക്കുന്ന. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ഇതേപോലെ പിഴ ചുമത്താനാണെങ്കിൽ സത്യത്തിൽ ഒരുപാട് പേർക്ക് പിഴ ചുമത്തേണ്ടി വരും. നല്ല കാര്യമാണ്. ഈ അനാവശ്യ ഫ്ലെക്സുകളൊക്കെ വയ്ക്കുന്നത് കുറയ്ക്കണമെന്ന് ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നതാണ്. എന്താണ് നടപടി? ദിവിഷ, ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. നിലവിൽ ഇത്തരത്തിൽ പൊതു ഇടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളും മറ്റും മാറ്റണമെന്ന ഒരു ഉത്തരവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മണ്ണാർക്കാട് നഗരസഭ നടത്തിയ പരിശോധനയിലാണ് ഈ ഫ്ലെക്സുകൾ കണ്ടെത്തിയത്. പൊതുവായിട്ടുള്ള ആളുകളുടെ ഫ്ലെക്സുകളും മറ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എംഎൽഎയുടെ ഒരു ഫ്ലെക്സും ഉണ്ടായിരുന്നു. ഇന്നലെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് എംഎൽഎ ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ഫ്ലെക്സ് ബോർഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇന്നലെ ആയിരുന്നു ആ ഉദ്ഘാടനവും. അതിന്റെ ഒരു ഫ്ലെക്സും ഈ പരിശോധനയിൽ കണ്ടെത്തി. തുടർന്നാണ് ഇത്തരത്തിലൊരു നോട്ടീസ് മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി നൽകുന്നത്. 7 ദിവസത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. 7 ദിവസത്തിനകം ഇപ്പോൾ ആ ഫ്ലെക്സ് പിഴ 2 ഫ്ലെക്സാണുള്ളത്. രണ്ടിനും കൂട്ടി മൊത്തം 10,000 രൂപ പിഴ ഈടാക്കി പിഴ നൽകിയ ശേഷം ആ ഫ്ലെക്സ് ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭ തന്നെ ഇന്നലെ ആ ഫ്ലെക്സ് അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ മണ്ണാർക്കാട് നഗരസഭാ പരിസരത്താണ് ഇപ്പോൾ ആ ഫ്ലെക്സ് ഉള്ളത്. അപ്പോൾ എത്രയും വേഗം ഈ പിഴ അടച്ച് ആ ഫ്ലെക്സ് അവിടെ നിന്നും കൊണ്ടുപോകണമെന്ന കാര്യമാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ സംഘാടകനായിട്ടുള്ള TK ഫൈസൽ എന്ന വ്യക്തിക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും നടപടികൾ ഉണ്ടാകട്ടെ. ആര്യ, ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്നത് ഹൈമാസ് ലൈറ്റുകളായിരിക്കും. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആ മണ്ഡലങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം, മുക്കിന് ലൈറ്റുകൾ വരും. അതിൻ്റെയൊക്കെ അവിടെ ഏത് MP ആണോ MLA ആണോ അവരുടെ പോസ്റ്റർ ഉണ്ടാവും. അപ്പോൾ പ്രകാശം കൊണ്ട് ഇരിക്കപ്രതിയില്ലാത്ത അവസ്ഥയിലേക്ക് അടുത്ത മാസങ്ങളിൽ വരും. അതിൻ്റെയൊക്കെ തുടക്കമാണ് ഇപ്പോൾ ഫ്ലക്സും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത്.